Hi friends, എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പുതിയ ഡിഷാണ് ഉണ്ടാക്കുന്നത്, ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എഗ്ഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടലമാവ് കൊണ്ട് ഒരു ഓംലെറ്റ്. എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തു. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കപ്പ് അളവിൽ ഒരു 3/4 കപ്പിലാണ് ഞാൻ ബേസൻ എടുത്തിരിക്കുന്നത്, കടലമാവ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, പാകത്തിന് വെള്ളം. നല്ലോണം മിക്സ് ചെയ്യുക. ലൂസ് ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത്. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കടലമാവിനുള്ള ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മളൊരു ബ്രെഡ് എടുത്തതിന് ശേഷം ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ 2 സൈഡും ഒന്ന് മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല രീതിക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റാം. എന്നിട്ട് നെക്സ്റ്റ് ബ്രെഡും കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ദോശ എടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ദോശ ഇത്തിരി കട്ടിയാക്കി എടുക്കുക. നൈസാക്കിയാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ടിയായിട്ട് ദോശ എടുക്കുക. തട്ട് ദോശ പോലെ ദോശ എടുക്കുക. ദോശ 2 സൈഡും നല്ലോണം ഫ്രൈ ചെയ്യുക. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ദോശമാവ് ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിനി അത് എന്ത് ചെയ്യാം, പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ചിക്കി കൊടുക്കുക. ബുർജിയുടെ ഒരു പരുവത്തിലാക്കിയെടുക്കുക. നമുക്കിത് ബേസിൻ ബുർജിയായിട്ട് കഴിക്കാം. ഈ ഒരു പരുവത്തിലാവും. നല്ലോണം ചിക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാവും. നല്ലോണം വേവുന്നത് വരെ ഒന്ന് ചിക്കി കൊടുക്കുക. ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അത് തണുക്കാനായിട്ട് വെക്കാം. അതേസമയം നമ്മുടെ വെജിറ്റബിൾ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. തണുക്കാൻ വെച്ചിരുന്ന ബുർജി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് വരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.